ഞാൻ ക്രിക്കറ്റ് പ്ലെയറാ. കപിൽ ദേവന്റെ ഫ്രണ്ടാ. ബൗളിംഗ് കാണണം. അയ്യോ, അച്ഛനെ ഏറുകൊണ്ടേ ഏറുകൊണ്ടേ. ചാത്തൻ ചാത്തൻ, ഇത് ചാത്തൻ തന്നെ. എന്താ? എന്ത് പറ്റി? ചാത്തൻ ചാത്തൻ. ചാത്തനൊന്നുമല്ല. ഈ മനുഷ്യൻ എന്താ? കാക്ക എന്തോ കൊണ്ടുവന്നിട്ടിട്ട് പോയതാ. എന്നിട്ട് അതാ ഇവിടെ. ഞാൻ തിന്നു. ഓ, കൊല്ലാൻ നടക്കണ. കീ എടുക്കാൻ മറന്നു. ഏത് കീ? എന്ത് കീ? എന്ന് മുതലായി ഈ കപിൽ ദേവ് ആയത്? അപ്പൊ അതും കണ്ടു. കുളിക്കാൻ കയറാന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിച്ചോളാം. അതെ, രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല, അതൊക്കെ പോരെ? ഇതിനും കൂടെ കയറി മാന്തണോ? താൻ അറിഞ്ഞ ആ കല്ല് ചെന്ന് കൊണ്ടതേ പെണ്ണിന്റെ അച്ഛന്റെ കഴുത്തിനാ. എന്റെ ഫാദർ ഇല്ലായുടെ കഴുത്തിന് കല്ല് കൊണ്ടപ്പോ എന്റെ ഹൃദയത്തിൽ കല്ല് കൊണ്ടതുപോലെ എനിക്ക് തോന്നിയത്. ഫാദർ ഇല്ല, എനിക്ക് ഫാദർ ഇല്ല എന്ന് പറയായിരുന്നു. പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ ഫാദർ ഇല്ല എന്നോട് ഇവിടെ പറഞ്ഞു. ഇങ്ങനെ പോയാൽ താമസിയാതെ പിച്ചെടുക്കേണ്ടി വരും. ഇനി ഞാനൊരു രഹസ്യം പറയാം. ആ പെൺകുട്ടിയുമായി കഴിഞ്ഞ 3 വർഷമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അവളോട് പറയുമായിരുന്നു, ഗിരിനിരകളിൽ നിന്നും നിനക്ക് ഞാൻ സുഗന്ധം തുളുമ്പുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും. നീല ശംഖുപുഷ്പങ്ങൾ, വയലറ്റ് ഓർക്കിഡ് പുഷ്പങ്ങൾ, പൂക്കൂടെ നിറയെ സ്നേഹം, ചൂരൽ കൂടെ നിറയെ ചുടുചുമരങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ പ്രണയം അനുദിനം മൊട്ടിട്ട് പൊട്ടിവിടർന്നു. മനസ്സിലായോ? എന്ത് മനസ്സിലായി? തന്റെ പ്രേമം പൊട്ടി താൻ മുട്ടയിട്ടു. മണ്ണാങ്കട്ട കരിയില്ല. കാശിക്ക് പോയി. എപ്പോ? ഇപ്പോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും ഇതുപോലുള്ള ദുർനടത്തം ഞാൻ കണ്ടാൽ ഡോക്ടറായി മാറിയ ബ്രോക്കർ വ്യാജന്റെ കഥ ഈ നാട് മുഴുവൻ ഞാൻ പാട്ടാക്കും. ചതിക്കല്ലേ പ്ലീസ്. ഇനി ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാ.